ഒരു 7 അഡ്വൈസറി ആക്ഷൻസുകൾ നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. 2 കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണത്. ഒന്ന്, നമുക്കറിയാത്ത പലതും അദ്ദേഹത്തിന് അറിയാം, എന്തോ വരാനിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അതുകൂടാതെ നമ്മൾക്കറിയാത്ത നമ്മുടെ രാജ്യത്തിന്, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ബാധിച്ചിട്ടുള്ള ഒരു മെയിൻ ക്രൈസിസ് അതെന്തുമാത്രം ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അവർക്കറിയാം. പക്ഷെ അവരത് അഡ്മിറ്റ് ചെയ്യില്ല. ഒന്നാമതായിട്ട് വർക്ക് ഫ്രം ഹോമും ഓൺലൈൻ മീറ്റിങ്ങുകളിൽ കൂടെ ജോലി കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ അഡ്വൈസ്. സ്വർണം, 1 വർഷത്തേക്ക് ആരും സ്വർണം വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. അപ്പോൾ സ്വർണ്ണക്കടക്കാരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. ഓൾറെഡി സ്വർണം ആരും വാങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ പ്രൈസിലാണ് ചിലർ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗം കുറച്ചുകൊണ്ട് വെഹിക്കിൾസ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു സാധാരണക്കാരന് ഈസിലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിലയിലാണോ നമ്മുടെ നാട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്നത്? കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഉപയോഗം പോലും കുറക്കാൻ പറയുന്നുണ്ട്. രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. ജൈവ വളങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നോർമൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതിലൂടെ നമ്മൾക്ക് ഇമ്പോർട്ട് കുറക്കാൻ പറ്റും. വിദേശ ബ്രാൻഡുകളുടെ ഉൽപ്പന്നം കുറയ്ക്കുക, സ്വദേശീയ ബ്രാൻഡുകൾ ഉപയോഗിക്കുക. വളരെ നല്ല കാര്യം. വിദേശ ബ്രാൻഡുകൾക്ക് പ്രാധാന്യം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? സ്വദേശി ബ്രാൻഡുകൾ നല്ല രീതിയിൽ ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് അത്രയും അതിന് ഊന്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ പോകുള്ളൂ. അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, അത്രയും കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം. അത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതില്ലാണ്ടാവുമ്പോൾ ആളുകൾ വേറെ ചോയ്സിലോട്ട് പോകുന്നത്. അപ്പൊ അതും ഏത് സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മാത്രം ഇതിനൊന്നും പോയിന്റ് ചെയ്തിട്ട് കാര്യമില്ല. വിദേശ യാത്രകൾ ടൂറിസത്തിനായിട്ട് കുറക്കുക, സ്വദേശീയമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉള്ള ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇതിനൊക്കെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്: ഇക്കോണമിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ മാറ്റേഴ്സ്. അതായത് നമ്മളുടെ രൂപ അത്രയും കൊളാപ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് എപ്പോഴോ ചോദിച്ച ഓർമ്മയില്ലേ, നമ്മളെ ഇന്ത്യൻ റുപ്പീസ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ഇന്ത്യൻ റുപ്പീസ് ഒരു കുഴപ്പമില്ല, മറ്റുള്ളവരുടെ പൈസ ബലം കൂടുന്നതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ കാരണം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ക്രൈസിസ് ഓരോരുത്തരുടെയും അടുക്കളയിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പബ്ലിക്കലി അഡ്മിറ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ റെസൊല്യൂഷൻ ആയിട്ട് ഇറക്കുന്ന കാര്യങ്ങളാണിത്. പിന്നെ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബഹുമാന്യായ പ്രധാനമന്ത്രിക്ക് അറിയാവുന്നുള്ളത് കൊണ്ടും ഇനി മുന്നോട്ട് എന്തൊക്കെയോ പ്രധാനമായി സംഭവിക്കാൻ പോകുന്നുള്ളത് കൊണ്ടും ഉള്ളൊരു പ്രിപ്പറേഷൻ കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്താൽ നല്ലതാണ്. ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു ഇടിവിനെ പിടിച്ചിരുത്താൻ പറ്റും. കാരണം എന്താ, നമ്മൾ കൂടുതൽ ഡോളറിലൊന്നും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾവേസ് മാറ്റേഴ്സ്. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഇമ്പോർട്ടിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ടിന് പ്രാധാന്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ കറൻസിക്ക് പവർ കൂടുക, അല്ലെങ്കിൽ ബലം വെക്കുക, കറൻസിയുടെ വാല്യൂ കൂടുന്നത്. മുമ്പ് ക്രൂഡ് ഓയിലിന് ബാരലിന് $150 വരെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് വന്നിട്ട് പോലും നമ്മളുടെ ഫ്യൂവലിന്റെ പ്രൈസ് എന്തുമാത്രം നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിരുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ എല്ലാ കാര്യവും അഡ്രസ്സ് ചെയ്യാനും ചിന്തിക്കാനും ആൾക്കാർക്ക് പറ്റട്ടെ.